പടനിലം പ്രതിഭ യുവശക്തിയുടെ നേതൃത്വത്തിൽ പടനിലം ക്ഷേത്ര ഗ്രൗണ്ടിലെത്തി. കുഞ്ഞു പിള്ള സ്മാരക 3ാമത് അഖില കേരള നാടകോത്സവം ഉദ്ഘാടനം നടത്തി. എസ് അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ബി ശ്രീകുമാർ അധ്യക്ഷനായി. സെക്രട്ടറി പി സുഭാഷ് സ്വാഗതം പറഞ്ഞു. നാടക മത്സരം ഉദ്ഘാടനം പ്രസ്തുത നാടക സിനിമ താരം സന്തോഷ് കീഴാറ്റൂർ നിർവഹിച്ചു. സാഹിത്യകാരൻ വിശ്വൻ പടനിലം, ജനപ്രതിനിധികളായ എസ്. വൃന്ദ, VP സോണി, ശ്രീകല സുരേഷ്, മഞ്ജു സന്തോഷ്, ആർ. വിഷ്ണു, രമേശ്, സുകുമാർ ബാബു, വിവേക് ശശിധരൻ, ആർ. ബാലകൃഷ്ണൻ, ജലജ ഓമനക്കുട്ടൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ട്രഷറർ വിവേക് കൃതജ്ഞതയും രേഖപ്പെടുത്തി. VP സ്വരാജ്, വേലായുധൻ നമ്പൂതിരി, കുടശനാട് ഉണ്ണികൃഷ്ണൻ, വിശ്വൻ പടനിലം എന്നിവരെ ആദരിച്ചു. നവംബർ 8 വരെ വൈകിട്ട് 7 മണി മുതലാണ് നാടകം ആരംഭിക്കുന്നത്. 1ാം ദിവസം കൊല്ലം അനശ്വരയുടെ ആകാശത്തൊരു കടൽ എന്ന നാടകം നിറഞ്ഞ സദസ്സിൽ അവതരിപ്പിച്ചു. കലാരൂപം മാത്രമല്ല, സമൂഹത്തിന്റെ ഹൃദയത്തുടിപ്പും കാലഘട്ടത്തിന്റെ കണ്ണാടി കൂടിയാണ്. ഓരോ കഥാപാത്രത്തിന്റെ സന്തോഷവും ദുഃഖവും സദസ്സിലേക്ക് ആവാഹിക്കപ്പെടുന്ന സമയത്ത് ഓരോ കാണികളും ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നത് നാടകത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഒരു ക്ലബ് എന്നുള്ള നിലയിൽ നാടക രംഗത്തേക്ക് വരുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം, ഇത് നന്നായിട്ട് വേദനയേൽക്കുന്ന ഒരു രംഗമാണ്. കൂടെ പഠിച്ചവരൊക്കെ മറ്റു പല രംഗങ്ങളിലും മറ്റു പല ഉദ്യോഗങ്ങളിലും ഒക്കെ പോകുമ്പോൾ എന്ത് കിട്ടും എത്ര കിട്ടും ഒന്നും ആലോചിക്കാതെ ഈ നാട് കാണുക, നാടിന്റെ സംസ്കാരം എന്താണെന്ന് തിരിച്ചറിയുക എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി രാഷ്ട്രീയ ചിന്തയോടുകൂടി ഞാൻ ആദ്യമായിട്ട് രംഗത്ത് അവതരിപ്പിച്ച ഒരു പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്നത് കേരളത്തിലെ സഖാവ് എന്ന് പറയുന്ന ഒരു നാടകമായിരുന്നു. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഞാൻ ഈ നാട് കാണുക. കഴിഞ്ഞ 32 വർഷമായി ഈ പഠനത്തിലടക്കം ഈ വേദിയിലടക്കം ഞാൻ എന്റെ വേർപ്പ് തുള്ളികൾ ഒഴുക്കിയിട്ടുണ്ട്. കോട്ടയത്ത് നമ്പരാനാണോ വിശ്വഭാവനയുടെ അവതാര പുരുഷനാണോ ഇവിടെ അവതരിപ്പിച്ചത് എനിക്കറിയാം. എന്നാലും 2 നാടകവും ഇവിടെ അവതരിപ്പിച്ചത് പഠനത്തിലത്തെ ഈ വേദിയിൽ അവതരിപ്പിക്കുക എന്നത് ഏതൊരു നാടകക്കാരന്റെയും ഒരു നാടക പ്രവർത്തകന്റെയും സ്വപ്നമാണ്, അഭിമാനമാണ്. ഒരു വർഷത്തെ പരക്രമാവും അതിന്റെ ശക്തി നമുക്ക് നൽകും എന്നതാണ്. അതുകൊണ്ട് ഈ കേരളം എന്താണെന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാൻ അടുത്തറിയുകയാണ്. ഇന്ന് രാവിലെ ഞാൻ ഈ പഠനത്തിലെത്താണ്. സ്വരാജിന്റെ വീട്ടിലായിരുന്നു താമസിക്കുന്നത്. അവിടുത്തെ സ്നേഹം, നാടിന്റെ സ്നേഹം ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നതാണ്. നിങ്ങൾക്ക് ആരെയും എന്തും തെളിവിളിക്കാം, അല്ലെ? മുഖമില്ലാത്തൊരു ലോകത്താണ് ഇന്ന് ജീവിക്കുന്നത്. നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും മുഖമുള്ള മനുഷ്യർ, ഈ 5 ദിവസം മുഖമുള്ള മനുഷ്യർ മുഖത്തോട് നോക്കി സംവദിക്കുന്ന കലയാണ് നാടകം എന്ന് പറയുന്നത്. എല്ലാ രംഗത്തെയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമുക്കറിയില്ല, ഇപ്പൊ ചില വീഡിയോസ് ഒക്കെ വരുമ്പോൾ അത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ AI ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. ഞാൻ ധാരാളം ആളുകൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ മുഖത്ത് ചായം തേച്ച് പഠനം സ്കൂളിൽ സ്റ്റേജിൽ കയറ്റിയത് കുശലൻ മാഷാണ്. കുശലൻ മാഷ് ഇന്നിപ്പോ നാടകവുമായി എന്താണ് മനുഷ്യന്റെ ബന്ധം എന്ന് അറിയാത്ത ധാരാളം ആളുകളുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരാളെ സോണിയെ ക്ഷണിക്കുന്നു. അതിലെ പ്രവർത്തക സുഹൃത്തുക്കൾക്കും നാടകം കാണുവാൻ എത്തിച്ചേർന്ന